പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എല്ലാവർക്കും PSCST മലയാളം എന്ന ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം മധ്യകാല ഇന്ത്യയിൽ നശിപ്പിക്കപ്പെട്ട പ്രാചീന ഇന്ത്യയിലെ സർവകലാശാലകൾ പഠിച്ചു അല്ലേ? നളന്ദ, തക്ഷശില, വിക്രമശില എന്നിവ. ഇന്നേ ദിവസം നമുക്കറിയാം, ഈ നളന്ദ, വിക്രമശില എന്നിവ ആക്രമിച്ച് തകർത്തത് ആരാണ്? ബക്തിയാർ ഖിൽജിയാണ് അല്ലേ? ബക്തിയാർ ഖിൽജിയാണ്. ആ ബക്തിയാർ ഖിൽജി എന്ന് പറയുന്നത് മുഹമ്മദ് ഘോറി എന്ന് പറയുന്ന അറബ് ഭരണാധികാരിയുടെ സർവ്വസൈന്യാധിപനായിരുന്നു. ഇന്നേ ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യ ഏറ്റവും കൂടുതൽ തവണ ആക്രമിച്ച മുഹമ്മദ് ഗസ്നിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സദസ്യരെക്കുറിച്ചുമാണ്. മുഹമ്മദ് ഗസ്നി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരും, അദ്ദേഹത്തെക്കുറിച്ച് അധികം പഠിക്കാനില്ലല്ലോ. പക്ഷെ അദ്ദേഹത്തിൻ്റെ സദസ്യരായ രണ്ടുപേരെക്കുറിച്ച് നമുക്ക് കേരള ചരിത്രത്തിൽ വരെ പഠിക്കാനുണ്ട് എന്നതാണ് വാസ്തവം. നമുക്ക് നോക്കാം മുഹമ്മദ് ഗസ്നി. ആരാണ് മുഹമ്മദ് ഗസ്നി? ഇന്ത്യ ഏറ്റവും കൂടുതൽ തവണ ആക്രമിച്ച അറബ് ഭരണാധികാരിയാണ്. ഏകദേശം 17 തവണ ആക്രമിച്ചു, AD 1000-നും AD 1027-നും ഇടയിൽ. ഇദ്ദേഹം ആക്രമിച്ച വിദേശ ഭരണാധികാരിയാണല്ലോ. അപ്പോൾ ഇവിടുത്തെ ഭരണാധികാരിയായിരുന്നു അഫ്ഗാനിലെ ഗസ്നി വംശത്തിൻ്റെ സ്ഥാപകനായിരുന്നു മുഹമ്മദ് ഗസ്നി. അഫ്ഗാനിലെ ഗസ്നി വംശത്തിൻ്റെ സ്ഥാപകനാണ് മുഹമ്മദ് ഗസ്നി. ഗസ്നി വംശം സ്ഥാപിച്ചതുകൊണ്ടാണ് അദ്ദേഹം എന്ത് പേരിൽ അറിയപ്പെടുക? മുഹമ്മദ് ഗസ്നി എന്നറിയപ്പെടുക. പക്ഷേ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുൽ ഖാസിം മുഹമ്മദ് എന്നായിരുന്നു. അപ്പോൾ അബ്ദുൽ ഖാസിം മുഹമ്മദാണ് അഫ്ഗാനിലെ ഗസ്നി വംശം സ്ഥാപിച്ചപ്പോൾ മുഹമ്മദ് ഗസ്നി എന്നറിയപ്പെടുക. ഇന്ത്യ ഏറ്റവും കൂടുതൽ തവണ ആക്രമിച്ച അറബ് ഭരണാധികാരി മുഹമ്മദ് ഗസ്നി തന്നെ. എത്ര തവണ? 17 തവണ. ഏത് വർഷത്തിനിടയിൽ? AD 1000-നും AD 1027-നും ഇടയിൽ. ശരിയല്ലേ? ഇനി സുൽത്താൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച ലോകത്തെ ആദ്യ ഭരണാധികാരിയാണ്. സുൽത്താൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച ലോകത്തെ തന്നെ ആദ്യ ഭരണാധികാരിയായിരുന്നു ആര്? മുഹമ്മദ് ഗസ്നി. ഓക്കെ, ഈ മുഹമ്മദ് ഗസ്നി ഒരുപാട് തവണ, ഏകദേശം 17 തവണ ഇന്ത്യ ആക്രമിച്ചെന്ന് പറഞ്ഞല്ലോ. അതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ പഠിക്കേണ്ടി വരുന്നത് 1025 ആക്രമണമാണ്. ഇദ്ദേഹം മുഹമ്മദ് ഗസ്നി 1025 ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രവും ഉത്തർപ്രദേശിലെ മധുര ക്ഷേത്രവും ആക്രമിച്ചു തകർത്തു. ഓക്കെ, ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രവും ഉത്തർപ്രദേശിലെ മധുര ക്ഷേത്രവും ആക്രമിച്ചു തകർത്തു എന്ന 1025. ഈ ക്ഷേത്രം ആക്രമിച്ച് തകർക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണഗതിയിൽ ചിന്തിക്കാനായിട്ട് കഴിയും, ചുറ്റുമതിലൊന്നും ആയിരിക്കില്ല ആക്രമിച്ച് തകർക്കുക, ആ ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളായിരിക്കും അല്ലേ? അതുകൊണ്ട് തന്നെ ഈ ആക്രമണത്തിൽ അദ്ദേഹം ഈ സോമനാഥ ക്ഷേത്രത്തിലെയും മധുര ക്ഷേത്രത്തിലെയും വിഗ്രഹങ്ങളെ തച്ച് തകർത്തത് കൊണ്ട് ഇദ്ദേഹത്തെ ചരിത്രത്തിൽ ഇങ്ങനെ വിശേഷിപ്പിക്കാറുണ്ട്: വിഗ്രഹങ്ങളെ തകർത്തവൻ എന്ന അർത്ഥത്തിൽ വിഗ്രഹധ്വംസകൻ അഥവാ വിഗ്രഹഭഞ്ജകൻ എന്ന് വിളിക്കുന്നു. വിഗ്രഹധ്വംസകൻ അഥവാ വിഗ്രഹഭഞ്ജകൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി മനസ്സിലാക്കണം, ആരാണ്? മുഹമ്മദ് ഗസ്നിയാണ് കേട്ടോ. ഇനി മുഹമ്മദ് ഗസ്നിയെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞേ. മുഹമ്മദ് ഗസ്നിയെ കുറിച്ചുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്തിട്ട് മുന്നോട്ട് പോകാം. മുഹമ്മദ് ഗസ്നിയുടെ യഥാർത്ഥ പേര് അബ്ദുൽ ഖാസിം മുഹമ്മദ്. അഫ്ഗാനിലെ ഗസ്നി വംശത്തിന്റെ സ്ഥാപകനായതിനു ശേഷം ഇദ്ദേഹത്തെ എല്ലാവരും മുഹമ്മദ് ഗസ്നി എന്ന് വിളിച്ചു. ലോകത്ത് സുൽത്താൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച ആദ്യ ഭരണാധികാരിയാണ്. ഇന്ത്യ ഏറ്റവും കൂടുതൽ തവണ ആക്രമിച്ച അറബ് ഭരണാധികാരിയാണ്. ഏകദേശം 17 തവണ 1000-നും 1027-നും ഇടയിൽ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആക്രമണമായിട്ട് നമ്മൾ പറയുന്നത് 1025 ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രവും ഉത്തർപ്രദേശിലെ മധുര ക്ഷേത്രവും ആക്രമിച്ചു തകർത്തു. അതുകൊണ്ട് അദ്ദേഹത്തെ വിഗ്രഹധ്വംസകൻ അഥവാ വിഗ്രഹഭഞ്ജകൻ എന്നാണ് വിളിക്കുക. ഓക്കെ, ഇനി അദ്ദേഹത്തിന്റെ സദസ്യരിലേക്ക് നമുക്ക് പോകാം. ഇദ്ദേഹത്തിന്റെ ആസ്ഥാന കവിയായിരുന്നു ഫിർദൗസി. ഫിർദൗസി എന്ന് പറയുന്ന വ്യക്തി പേർഷ്യൻ ഭാഷയിൽ ഒട്ടനവധി സാഹിത്യ രചനകൾ നടത്തിയ വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എന്തെന്ന് വിളിക്കാറുണ്ട്? പേർഷ്യൻ ഹോമർ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഫിർദൗസിയാണ് മുഹമ്മദ് ഗസ്നിയുടെ ആസ്ഥാന കവി. അദ്ദേഹത്തെ എന്തെന്ന് വിളിക്കുന്നു? പേർഷ്യൻ ഹോമർ എന്ന് വിളിക്കുന്നു. ഒട്ടനവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാകുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രശസ്തമായ കൃതി എന്ന് പറയുന്നത് ഷാനാമ. ഇതൊക്കെയാണ് PSC പ്രാധാന്യത്തോടെ ചോദിക്കുക. ഷാനാമ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ഫിർദൗസിയാണ്. ഷാനാമ എന്ന വാക്കിന്റെ അർത്ഥം രാജാക്കന്മാരുടെ പുസ്തകം. ഇനി രണ്ടാമത്തെ സദസ്യനിലേക്ക് നമുക്ക് പോകാം. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേരള ചരിത്രം പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും ആദ്യം പഠിക്കേണ്ടി വരുന്ന ഒരു ഫാക്റ്റാണ് അല്ലേ? കേരളത്തെ മലബാർ എന്ന് വിശേഷിപ്പിച്ച ആദ്യ വ്യക്തി അൽബറൂണി. ഈ അൽബറൂണി ആരുടെ സദസ്യനായിരുന്നു? മുഹമ്മദ് ഗസ്നിയുടെ സദസ്യനായിരുന്നു. കേരള ചരിത്രം എന്ന സിലബസിനകത്ത് നമുക്ക് കേരള ചരിത്രത്തിലെ സാഹിത്യ സ്രോതസ്സുകൾ പഠിക്കാനുണ്ടല്ലേ? അവിടെ നമ്മൾ പ്രാധാന്യത്തോട് പഠിക്കുന്ന ഒരു വ്യക്തിയാണ് അൽബറൂണി. അൽബറൂണി കേരളത്തിൽ എത്തുന്നത് എന്തായാലും മുഹമ്മദ് ഗസ്നിയുടെ കൂടെ ആയിരിക്കുമല്ലോ. മുഹമ്മദ് ഗസ്നി എത്ര തവണ ഇന്ത്യയിൽ വന്നേ? 1000-നും 1027-നും ഇടയിൽ 17 തവണ. അതിൽ 1018 എന്ന വർഷത്തിലാണ് അൽബറൂണി കേരളത്തിലേക്ക് എത്തിച്ചേരുക.
കേരളത്തിൽ അദ്ദേഹം വന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വടക്കൻ കേരളത്തിലാണ്, മൂഷക രാജ്യത്താണ് അദ്ദേഹം എത്തിച്ചേരുക. ഈ മൂഷക രാജ്യത്ത് അല്ലെങ്കിൽ ഹിലി രാജ്യത്താണ് അദ്ദേഹം എത്തിച്ചേരുക. കാരണം അദ്ദേഹം മൂഷക രാജ്യത്തെ വിളിച്ചത് എന്തെന്നായിരുന്നു? ഹിലി രാജ്യം എന്നായിരുന്നു. മൂഷകൻ എന്ന് പറഞ്ഞാൽ സംസ്കൃത പദമാണ്. മൂഷകൻ എന്ന സംസ്കൃത പദത്തിൻ്റെ അർത്ഥം എന്താണ്? എലി എന്നാണ് അല്ലേ? അപ്പോൾ ആ അർത്ഥത്തിൽ അദ്ദേഹം ഹിലി എന്ന് വിളിച്ചു എന്ന് നമുക്ക് കണക്കാക്കാം. അപ്പോൾ മൂഷക രാജ്യത്താണ് അൽബറൂണി എത്തിച്ചേരുന്നത് കേരളത്തിൽ. മൂഷക രാജ്യത്തെ ഹിലി രാജ്യം എന്ന് വിശേഷിപ്പിച്ചത് ആര് തന്നെ? അൽബറൂണി തന്നെ. പക്ഷേ കേരളത്തെ എന്തെന്നാ വിളിച്ചേ? മലബാർ എന്ന് വിളിച്ചു. അപ്പോൾ കേരളത്തെ മലബാർ എന്ന് വിളിച്ച ആരാണ്? അൽബറൂണിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതികൾ നമുക്ക് പരിശോധിക്കാം. എന്തൊക്കെയാ? 1 കിതാബ് അൽ ഹിന്ദും, 2 താരിഖ് അൽ ഹിന്ദും. 1 കിതാബ് അൽ ഹിന്ദ്, 2 താരിഖ് അൽ ഹിന്ദ്. കിതാബ് അൽ ഹിന്ദ്, താരിഖ് അൽ ഹിന്ദ് എന്നീ 2 കൃതികൾ രചിച്ചത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൽബറൂണിയാണ്. അപ്പോൾ മുഹമ്മദ് ഗസ്നിയുടെ 2 സദസ്യരെ നമുക്ക് പരിചയപ്പെടാം. ഒന്ന് ആരാണ്? ഫിർദൗസി. അദ്ദേഹത്തിൻ്റെ ആസ്ഥാന കവിയാണ്, മുഹമ്മദ് ഗസ്നിയുടെ ആസ്ഥാന കവിയാണ്. ഷാനാമ എന്ന പുസ്തകമാണ് അദ്ദേഹം രചിച്ചത്. ഷാനാമ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? രാജാക്കന്മാരുടെ പുസ്തകം. പേർഷ്യൻ ഹോമർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആര് തന്നെ? ഫിർദൗസി തന്നെ. സദസ്സിലേക്ക് പോയാൽ അൽബറൂണി. കേരളത്തിലെത്തിയത് AD 1018 കേരളത്തെ മലബാർ എന്ന് വിശേഷിപ്പിച്ചത് ആര് തന്നെ? അൽബറൂണി തന്നെ. മൂഷക രാജ്യത്ത് അദ്ദേഹം സന്ദർശനം നടത്തുകയും മൂഷക രാജ്യത്തെ ഹിലി രാജ്യം എന്ന് വിളിക്കുകയും ചെയ്തു. അൽബറൂണിയുടെ പ്രശസ്തമായ കൃതികൾ താരിഖ് അൽ ഹിന്ദ്, കിതാബ് അൽ ഹിന്ദ്. ഈ 2 പുസ്തകങ്ങളും ഇന്ത്യയെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കിതാബ് അൽ ഹിന്ദ്, താരിഖ് അൽ ഹിന്ദ് എന്നിവ. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ മുഹമ്മദ് ഗസ്നെയും അദ്ദേഹത്തിൻ്റെ 2 സദസ്യരെയും കുറിച്ച് പഠിച്ചു. ഇങ്ങനെ ഓരോ ഷോർട്ട് വീഡിയോയിൽ പരമാവധി കണ്ടന്റുമായിട്ട് ഞാൻ വീണ്ടും എത്തിച്ചേരും. അടുത്ത ദിവസം ബൈ.